ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ആദ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദി പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്ക്രണൈസസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് നോൺ ആസ് കോർഡിനേഷൻ. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഏകോപനം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളത് കോർഡിനേഷനാണ്. താഴത്ത് ഏതെല്ലാം കൊല്ലങ്ങളിൽ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നിങ്ങളിത് നോക്കുക. സെക്കൻഡ് വൺ, മിസ്റ്റർ ശിവകുമാർ, ദി സെയിൽസ് ഓഫീസർ ഓഫ് എ ഫേം, മെയിൻറ്റെയിൻസ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഓൾ ദി എംപ്ലോയീസ് ഇൻ ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഹി ബിലോങ്സ് ടു. മാനേജ്മെൻറ്റ് ലെവൽസ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ലോവർ ലെവലിൻ്റെ താഴത്താണ് ആര്? എംപ്ലോയീസുമായി തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ്? ലോവർ ലെവലാണ്. സോ തൊഴിലാളികളുമായി വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളത് ലോവർ ലെവലാണ്. സോ സുനിൽ കുമാർ ബിലോങ്സ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ പല പേരുകളിൽ അറിയപ്പെടും: സൂപ്പർവൈസറി ലെവൽ, ഓപ്പറേറ്റിംഗ് ലെവൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്നെല്ലാം അറിയപ്പെടും. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ which denotes the process of ensuring the actual activities conform to planned activities. പ്ലാൻ പ്രകാരമാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പിക്കുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണ്? കൺട്രോളിംഗ്. നിയന്ത്രണമാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം പ്രവർത്തനങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോളിംഗ്. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഇസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ എന്ന ഡെഫിനിഷൻ നൽകിയ ഓതർ ആരുടേതാണ് ഈ ഡെഫിനിഷൻ എന്നാണ് ചോദ്യം. മേരി പാർക്കർ ഫെല്ലോട്ടിൻ്റെയാണ് ഈ ഡെഫിനിഷൻ. ഏറ്റവും ചെറിയ ഡെഫിനിഷനാണ്, മാനേജ്മെൻറ്റ് പരക്കെ ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. സോ ആ പേര് നിങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് വൺ, സ്പോട്ട് ദി ഓഡ് വൺ. ഗണത്തിൽപ്പെടാത്തതിനെ ഏതാണെന്നാണ് ചോദ്യം. പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ജനറൽ മാനേജർ, പേഴ്സണൽ മാനേജർ. എല്ലാവരും മാനേജറാണ്, അപ്പോൾ എല്ലാവരും ഒന്നാണോ? അല്ല. സി, പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറും, മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറും, പേഴ്സണൽ മാനേജർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുമാണ്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഹെഡാണ് ആര്? ജനറൽ മാനേജർ. ജനറൽ മാനേജർ പറയുന്നത് ടോപ്പ് ലെവലും ബാക്കിയുള്ളവരെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സുമാണ്. സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ള വ്യക്തിയാണ് ജനറൽ മാനേജർ. ആ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാരാണ് ബാക്കിയുള്ളവരെല്ലാം. സോ ഗണത്തിൽപ്പെടാത്തത് ജനറൽ മാനേജറാണ്. ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, പല രീതിയിൽ അത് ചോദിക്കും. നമ്മളത് വളരെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓരോ ലെവലിലുള്ള തസ്തികകളുടെ പേര് പഠിക്കുന്നത് നല്ലതായിരിക്കും. Which among the following is not an organizational objective of management? മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് മൂന്നാണെന്ന് നമ്മൾ പഠിച്ചു. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. 3 ഒബ്ജക്റ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? വിച്ച് ഇസ് നോട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബിക്കോസ് പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോയിങ്. നിങ്ങൾക്ക് കുറേ പെയേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് പെയർ, ശരിയായ ജോഡി ഏതാണെന്ന് ചോദിക്കുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ്സ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. അല്ല. സെക്കൻഡ് വൺ, ഡിവിഷണൽ ഹെഡ് ടോപ്പ് മാനേജ്മെൻറ്റ്. അല്ല. ഡിവിഷണൽ ഹെഡ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻസ് മാനേജർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. അല്ല. ഫിനാൻസ് മാനേജർ എന്നുള്ളത് മിഡിൽ ലെവലാണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസറി ലെവലാണ്. സോ മൂന്നാമത്തെ ഓപ്ഷനും അല്ല. ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. 7th കറക്റ്റ് ആൻസർ ഡി എന്നുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ, Lulu Group offered 5 crore rupees to Chief Minister Drought Relief Fund for the relief activities of recent flood in Kerala. Which objective of management is being achieved here? 5 കോടി രൂപ ലുലു ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഇത് ഏത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനെന്നാണ് ചോദ്യം. സോ
ആ ചോദ്യം വളരെ രസമുള്ള ചോദ്യമാണ്. റിയൽ ഒരു സിറ്റുവേഷൻ തന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വേണ്ടിയാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിസി ഫോർമുലേഷൻ ഇസ് ദി ഫങ്ഷൻ ഓഫ് ഡാഷ്. ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനിൽ വരുന്നതാണ് പോളിസി ഫോർമേഷൻ? ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി ഫോം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്, മിഡിൽ ലെവലും ലോവർ ലെവലും അല്ല. സോ ദി കറക്റ്റ് ആൻസർ ഈസ്, പിന്നെ ഓൾ ഓഫ് ദീസും അല്ല, എല്ലാ ലെവലും അല്ല അത് ചെയ്യുക, ഓൺലി ടോപ്പ് ലെവലാണ് പോളിസി ഫോം ചെയ്യുക. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്? കുറേ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, അത് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ഡയറക്ട്ലി ഓവർസീ ദി എഫേർട്ട് ഓഫ് വർക്ക് ഫോഴ്സ്, തൊഴിലാളികളുടെ പ്രവർത്തനം നേരിട്ട് വീക്ഷിക്കുന്നത് ലോവർ ലെവലാണ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലാണ്. സോ ആദ്യത്തെ രണ്ടും അല്ല. കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിക്കുക എന്നുള്ളത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ധർമ്മമാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് സി. അപ്പോൾ ഡി എന്താണെന്ന് കൂടി നോക്കാം. അനലൈസ് ദ എൻവയോൺമെൻറ്റ്, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്, അതും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ധർമ്മമല്ല. സോ 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളത് സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ ബാബു ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പ്രീമിയർ ലിമിറ്റഡ്. നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഹി ബിലോങ്സ് ടു. ബാബു എന്നുള്ള വ്യക്തി ഒരു പ്രീമിയർ ലിമിറ്റഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, CEO ആണ്. ഇദ്ദേഹം ഏത് ലെവലിലാണ് മാനേജീരിയൽ ലെവലിൽ ഏതിലാണ് വരിക എന്നാണ് ചോദ്യം. അറിയാം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള തസ്തികകളെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. സോ മിസ്റ്റർ ബാബു എന്നുള്ളത് ഏത് കാറ്റഗറിയിലാണ് വരിക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് വരിക. അടുത്ത ചോദ്യം, വാട്ട് എ മാനേജർ ഡസ് ഇൻ ഇന്ത്യ ഇസ് ദ സെയിം ആസ് വാട്ട് എ മാനേജർ പ്രാക്ടീസ് ഇൻ US. വിച്ച് ക്യാരക്ടർ ഓഫ് മാനേജ്മെൻറ്റ് വിൽ ജസ്റ്റിഫൈസ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ്? ഇന്ത്യയിലൊരു മാനേജർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് US-ലൊരു മാനേജറും ചെയ്യുക. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഏത് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഒരുപാട് സ്വഭാവങ്ങൾ തന്നിട്ടുണ്ട്. ഗോൾ ഓറിയൻറ്റഡ്, പെർവേസീവ്നെസ്, കണ്ടിന്യൂസ് പ്രോസസ്, മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച്. അതിൽ ഈ പെർവേസീവ്നെസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സർവ്വവ്യാപി, എല്ലാ സ്ഥലത്തും, ലോകത്തെ ഏത് ഭാഗത്തായാലും ഏത് രീതിയിലുള്ള സ്ഥാപനത്തായാലും ചെറുതായാലും വലുതായാലും അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലായാലും മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനമെല്ലാം ഒരേപോലെ ആയിരിക്കും എന്നുള്ള പെർവേസീവ്നെസ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. Effectiveness and efficiency of management are two sides of the same coin. What are your arguments about the above statement? ഈ ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതിയാവും. എന്താണ് എഫക്റ്റീവ്നെസ്സും എന്താണ് എഫിഷ്യൻസി എന്ന് പറയുക. അതേപോലെ മാനേജ്മെൻറ്റ് ഈ എഫിഷ്യൻസിനും എഫക്റ്റീവ്നെസ്സിനെയും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നും കൂടി പറയണം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ എൻഡ് റിസൾട്ട്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസിയോ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും വേണം. മോസ്റ്റ് ഒപ്റ്റിമൽ വേ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എത്തിക്കുന്നതാണ് എഫിഷ്യൻസി. സോ മാനേജ്മെൻറ്റ് ഷുഡ് ട്രൈ ടു ബാലൻസ് ബിറ്റ്വീൻ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് നിങ്ങൾക്കത് പറയാം. അത് ഓൺ വേർഡ്സിൽ എപ്പോഴും ബിസിനസ് സ്റ്റഡീസ് ഓൺ വേർഡ്സിൽ എഴുതി ശീലിക്കുക. പോയിൻറ്റ്സ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. പോയിൻ്റുള്ള എക്സ്പ്ലനേഷന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. കീ പോയിൻറ്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. അണ്ടർലൈൻ ചെയ്ത് ഭംഗിയായിട്ട് എഴുതുക. മാർക്ക് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. 2 മാർക്ക് ഉണ്ടെങ്കിൽ 2 വാല്യൂ പോയിൻറ്റ്സ് അതിൽ കാണണം. 2 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു യു അഗ്രി ദാറ്റ് മാനേജ്മെൻറ്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്? സയൻസിൻ്റെ സ്വഭാവമുണ്ടോ എന്ന്. നമുക്ക് സയൻസിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിട്ട് അത് മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പാരിസൺ എഴുതി വെക്കുക. മാനേജ്മെൻറ്റിന് സയൻസിൻ്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക. സോ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ മാറി മാറി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെപ്തിൽ പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഗിവ് എനി 2 ഡയമെൻഷൻ ഓഫ് ഇറ്റ്.
നമുക്കറിയാം മാനേജ്മെൻറ്റ് മൾട്ടി ഡയമെൻഷനിലാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. അതിലേതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ട് ചെറുങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് 2 റീസൺസ് ദാറ്റ് മാനേജ്മെൻറ്റ് ഇസ് കോൾഡ് എസ് എ സയൻസ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിലെ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ എന്നാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Gobu argues that profit is the only organizational objective of the business. Do you agree with him? Give reason. ഗോബു ആർഗ്യൂ ചെയ്യാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ ലാഭം മാത്രമാണ് ഉള്ളത് എന്ന്. നമ്മൾ പഠിച്ചു ഓൾറെഡി. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ പ്രോഫിറ്റ് ഉണ്ട്, സർവൈവൽ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഡു യു എഗ്രി വിത്ത് ഹിം? നോ. ഗിവ് റീസൺ. പറയുക, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ 3 നമുക്ക് തിരിക്കാം. പ്രോഫിറ്റ് ഉണ്ട്, സർവൈവൽ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട് എന്ന ആ റീസൺ കൂടി നിങ്ങൾ പറയുക. ഇവിടെ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഓരോന്നിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ പോയിൻറ്റ്സ് വരുമ്പോൾ കറക്റ്റായിട്ട് 17 എ എന്നിടുക, അതേപോലെ ബി എന്നിട്ടിട്ട് വേണം ആൻസർ ചെയ്യുക. സിമ്പിളാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൽ സ്കോർ ചെയ്യാൻ വളരെ ഒരു സ്കോറിംഗ് പേപ്പറാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ്. 18th ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ്. ഗിവ് എനി 2 റീസൺ ടു ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ പറയുന്നില്ല. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് നല്ലോണം ശ്രദ്ധിക്കുക, മാറി മാറി ചോദിക്കുന്നുണ്ട്. 19th, ക്ലാസിഫൈ ദ ഫോളോയിങ് പേഴ്സണൽ അണ്ടർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. കുറേ തസ്തികകളാണ് തന്നിട്ടുള്ളത്. ഒരു സ്ഥാപനത്തിലെ ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവരെ മാനേജറിയൽ പൊസിഷൻസിലുള്ള ഇവരെ 3 ലെവൽസിലേക്ക് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ. മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അതേപോലെ പേഴ്സണൽ മാനേജർ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡാണ്. സോ അവർ രണ്ടുപേരും എന്തിൽ വരും? മിഡിൽ ലെവലിൽ വരും. ജനറൽ മാനേജറും ചെയർമാൻ എന്നുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് വരിക. ഫോർമൻ, സൂപ്പർവൈസർ ഈ രണ്ടുപേരും ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരും. സോ നമ്മളത് കറക്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നല്ലോണം പഠിക്കുക. ഇതൊരു 3 മാർക്ക് ചോദ്യമാണ്. സോ 1 വേർഡിലും ചോദിക്കാം, 3 മാർക്സിലും ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക് വരെ ചോദിക്കാനുള്ള ചാൻസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ മാത്രമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിസിനസ് ടുഡേ ഈസ് ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഇൻ നേച്ചർ. മാനേജ്മെൻറ്റ് ഹെൽപ്സ് people to adapt these changes. In the light of this statement, explain other significance of management. മാനേജ്മെൻറ്റ് സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് 4 മാർക്കാണെങ്കിൽ 4 ഇമ്പോർട്ടൻസ് നമ്മൾ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് 24 പോയിൻറ്റ്സ് ദാറ്റ് വാലിഡേറ്റ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് മാനേജറിയൽ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ഇഫ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ മാനേജർ ഇൻ ആൻ ഓർഗനൈസേഷൻ. നിങ്ങളൊരു സ്ഥാപനത്തിലെ മാനേജർ ആവുകയാണെങ്കിൽ എന്തെല്ലാം ധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും? വാട്ട് ആർ ദി മാനേജറിയൽ ഫങ്ഷൻസ് യു ഹാവ് ടു പെർഫോം? സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 ഫങ്ഷൻസ് അങ്ങോട്ട് എഴുതി വെക്കുക. ചെറുങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ മനോജ് ബോബി ഈസ് ദി മാനേജർ ആൻഡ് വർക്ക്സ് അക്കോർഡിംഗ്ലി. ഡു യു കൺസിഡർ ഹിസ് ജോബ് ആസ് എ പ്രൊഫഷൻ? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആർഗ്യുമെൻറ്റ്. മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഫഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് അത് മാനേജ്മെൻറ്റിൽ ഉണ്ടോ എന്നൊരു കമ്പാരിസണും കൂടി ചെയ്തിട്ട് അത് ആൻസർ ചെയ്യുക. നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് ആണ് ആ ടോപ്പിക്. ഇൻ എ ക്ലാസ് റൂം ഡിബേറ്റ് നീതു ആർഗ്യൂഡ് ദാറ്റ് മാനേജ്മെൻറ്റ് ഇസ് എ പ്രൊഫഷൻ. സെയിം ക്വസ്റ്റൻ ആണ്. ബട്ട് നന്ദു ആർഗ്യൂഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ പ്ലെഡ്ജഡ് പ്രൊഫഷൻ. ഗിവ് 2 points ഈച്ച് ടു സപ്പോർട്ട് നീതു ആൻഡ് നന്ദൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്നുള്ള ഫേവറായിട്ടുള്ള ആർഗ്യുമെൻറ്റ് 2ഉം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് 2ഉം ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ച് വായിക്കുക. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്ക്രണൈസസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. റൈറ്റ് എനി 3 ഫീച്ചർ ഓഫ് ഇറ്റ്സ്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നറിയാം നമുക്ക്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനമെല്ലാം
ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഏകോപനം. സോ ആ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? കോർഡിനേഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ പാർട്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ ബാക്കി 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അത് ശ്രദ്ധിച്ച് വായിക്കുക. ആ ക്വസ്റ്റ്യൻസ് ആണ്. Volkswagen, a famous car manufacturing company, decided to call back some of its model due to poor pollution standard. By doing so, they upheld one of the objectives of management. Briefly explain the objectives of management in the light of the above action. വോൾക്സ്വാഗൻ എന്നുള്ള ഫേമസ് കാർ കമ്പനി അവർ വിറ്റ കാറുകളിൽ ചില കാറുകളെ പിൻവലിച്ചു. പുവർ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ് പാലിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ചില കാറുകളെ പിൻവലിച്ചു. എന്തുകൊണ്ടാണ് കമ്പനി അങ്ങനെ പ്രവർത്തിച്ചത്? ഏത് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെയാണ് നിറവേറ്റിയതെന്നാണ് ചോദ്യം. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കമ്പനി അങ്ങനെ ചെയ്യാൻ കാരണം സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനെ നിറവേറ്റാൻ വേണ്ടിയാണ്. സോ ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ഏതാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്നാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. ദെൻ എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സിമ്പിളായിട്ട് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് വൺ, മിസ്റ്റർ ജോജോ is working as a production manager of a joint stock company. Identify the level of management he belongs to. അടുത്ത ചോദ്യം എന്താണ്? സ്റ്റേറ്റ് എനി 4 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഹിം. ജോജോ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് എല്ലാം മിഡിൽ ലെവലാണ്. സോ 27th എ പാർട്ടിൻ്റെ ആൻസർ എന്താണ്? മിഡിൽ ലെവൽ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ എന്നാണ് ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. 4 ഫങ്ഷൻസും കൂടി എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പല സ്ഥലങ്ങളിൽ 5 മാർക്ക് മുതൽ എല്ലാ പാർട്ടിലും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ ടോപ്പിക്സും മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. പോയിൻറ്റ്സ് മാത്രം ഉണ്ടാവണമെന്നേ ഉള്ളൂ. ടെക്സ്റ്റിലുള്ള അല്ലെങ്കിൽ നോട്ടിലുള്ള അതേ വാചകം തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇത് നമ്മുടെ കൊമേഴ്സിൽ നല്ലൊരു സ്കോറിംഗ് പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളത്. നിങ്ങളത് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നല്ല മക്കളായിട്ട് നിങ്ങൾ പഠിക്കുക. താങ്ക് യു.